ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്ക് ലുലു മോളിൽ പോയാലോ? ലുലു മോളിൽ പോയിട്ട് കുറേ ഡേ ആയി. ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ലേറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് ഇടാൻ താമസിക്കുന്നതാണ്. ഇനി ഞാൻ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് എല്ലാ വീഡിയോസും ഇടാം കേട്ടോ. ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്, കാരണം ഞങ്ങൾക്ക് ഇവിടെ നല്ല തിരക്കായിരുന്നു. ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണത്തിൻ്റെ വീഡിയോ എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ ലുലു മോളിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചായ കുടിക്കും. ചായ കുടിക്കണമെന്ന് വെച്ചാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഫൺ ടൂറാ, ബാക്കി ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. നമ്മൾ മാക്സിമം ലുലു മോളിൽ വന്നാൽ ഫൺ ടൂറാണ്. പണ്ടൊക്കെ ഷോപ്പ് ചെയ്യുമായിരുന്നു, ഹൈപ്പർ മാർക്കറ്റിൽ കയറി സാധനമെല്ലാം വാങ്ങുമായിരുന്നു, ഫിഷ് വാങ്ങുമായിരുന്നു. പിന്നെ അവിടുത്തെ ഫിഷ് എനിക്ക് അത്ര ഇഷ്ടമല്ല, നല്ല ഫിഷല്ല. നമ്മളിവിടെ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് വാങ്ങൂല. പിന്നെ ഇപ്പോൾ കുഞ്ഞായതിനു ശേഷമാണ് കൂടുതൽ ഫണ്ടൂറ കാർഡ് റീചാർജ് ചെയ്തിരുന്നാൽ വരും, ഫണ്ടൂറയിൽ കളിക്കും. കുഞ്ഞ് മാത്രമല്ല, എല്ലാവരും കളിക്കും. ഫണ്ടൂറയിൽ കളിച്ച് ടിക്കറ്റ്സ് എടുക്കും, എല്ലാം ചെയ്തിട്ട് നിറയെ നേരം ഫണ്ടൂറയിലാണ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യണം. കുഞ്ഞിനും അതാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണമാണെന്ന്. അപ്പം നമ്മുടെ പയ്യൻ പറഞ്ഞിരുന്ന ഗ്രൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു ഷർട്ട് വേണം. അവനല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ആ അണ്ണനൊരു ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് തിരക്കി നടക്കുന്നതാണ്. വൈറ്റ് ഗ്ലോസി ആയിട്ടുള്ള ഷർട്ട്, ചൈനീസ് കോളർ. പക്ഷെ അങ്ങനത്തെ ഒരു ഷർട്ട് ഇവിടെ കിട്ടിയില്ല, ചൈനീസ് കോളർ. അങ്ങനെ നോക്കി ലുലു സെലിബ്രിറ്റി കയറി. അവിടെയുള്ള മിക്ക കടയിലും, എല്ലാ കടയിൽ കയറി. അവർ വരെ നല്ല ലേറ്റാവും. അവർക്ക് ഗോൾഡും അങ്ങനെ എന്തൊക്കെയോ പർച്ചേസ് ഉണ്ടായിരുന്നു. കല്യാണ വീട്ടിലെ തിരക്കറിയാമല്ലോ. അങ്ങനെ അവർ ആ പർച്ചേസിനൊക്കെ പോയ സമയം നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി ചുമ്മാ, കാരണം നമ്മൾ നേരത്തെ എത്തിയല്ലോ, നമുക്ക് ടൈമുണ്ട്. നമ്മളപ്പം ഡ്രസ്സ് നോക്കാമെന്നും പറഞ്ഞ് ചുമ്മാ എല്ലായിടത്തും കയറി നോക്കി ഒന്നും ശരിയായില്ല. വാവയ്ക്കാണെങ്കിൽ ബോറടിച്ച്. വാവ പറഞ്ഞ് നമുക്ക് ഫണ്ടൂറയിൽ പോവാം. പിന്നെ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ അവൾക്കൊരു സന്തോഷം. ഡ്രസ്സ് കാണുന്നു, നോക്കുന്നു. പിന്നെ കൊണ്ടുപോയത് ഫണ്ടൂറയിൽ കൊണ്ടുപോകാൻ പറ്റാതെ ഡ്രസ്സ് എടുക്കാൻ പോയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഫുള്ളായിട്ട് അവളെ എടുത്തു വെച്ചിരുന്നു, അവളെ ഒന്ന് സമാധാനിപ്പിക്കുക. പിന്നെ ഇത് ഹസ്ബൻഡാണ് ഫുള്ളായിട്ട് അവിടെ പോയി തിരക്ക്. ഞാനാണെങ്കിൽ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഡ്രസ്സൊക്കെ നോക്കി, എല്ലാം നോക്കി. പിന്നെ ഈ സൈക്കിൾ അവൾക്ക് നോക്കാൻ, സൈക്കിളാണോ സ്കൂട്ടറല്ലേ ഈ സംഭവം നോക്കാൻ. ഇതിങ്ങനെ ചവിട്ടി ഇങ്ങനെ നടന്നു പോകണം. അവൾക്കിഷ്ടമുണ്ട് വാങ്ങാൻ. പിന്നെ ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഇതിന്, കാരണം ഇവർ ഫുള്ള് ലൈഫ് ലോങ് ഉപയോഗിക്കില്ലല്ലോ ഇതൊന്നും. ഒരു 2-3 വർഷം ഉപയോഗിക്കും, പിന്നെ അത് നമ്മൾ ഒരു മൂലയിലിടും. പിന്നെ അടുത്ത കുട്ടി ഉണ്ടെങ്കിൽ അതിന് കൊടുക്കും, ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീത്തയാവും, അല്ലെങ്കിൽ OLX ഇട്ട് സെക്കൻഡ് ഹാൻഡിന് വിൽക്കാം. അത്രയല്ലേ പറ്റൂ. അതുകൊണ്ട് ഇത് ഇച്ചിരി വില കൂടുതലാണ്, 2000 ലഭമായിരുന്നു. അപ്പോൾ ഇത് വാങ്ങണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് അങ്ങനെ വാശിയൊന്നുമില്ല, ഇത് വേണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരച്ചിൽ അങ്ങനെ ഇല്ല. കാരണം വാശി പിടിച്ച് ഇതുവരെ വാങ്ങിച്ച് കൊടുത്ത് ശീലിപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ ഓക്കെ വേണ്ട. നമ്മളതുകൊണ്ട് ഓൺലൈനിൽ വില കുറച്ച്, ഇത്ര ക്വാളിറ്റി ഭയങ്കരമായിരിക്കില്ല, പക്ഷേ വില കുറച്ച് കിട്ടും. 2-3 വർഷം അവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പിള്ളേരല്ലേ, ആദ്യത്തെ കൗതുകത്തിന് നന്നായിട്ട് യൂസ് ചെയ്യും, പിന്നെ അത് യൂസ് ചെയ്യില്ല. അതുകൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ കുറച്ച് കളിപ്പാട്ടം നോക്കി. ഇവിടുത്തെ കളിപ്പാട്ടമൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. ഇവളധികം യൂസ് ചെയ്യില്ല കളിപ്പാട്ടമൊന്നും, അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. പിന്നെ അടുത്ത ഡ്രസ് സെക്ഷനിലോട്ട് പോയി. പിന്നെ അത് കിട്ടിയില്ല എന്ന് പയ്യനെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ഫണ്ടൂറയിൽ കളിക്കാൻ വന്നു. ഇവിടെ കളിക്കാൻ വന്ന ഫുള്ള് ഇത് തന്നെയാണ്. കുറേ ദൂരം കുട്ടി കളിക്കും, അത് കഴിഞ്ഞ് നമ്മൾ ഈ ബൊമ്മയൊക്കെ പിടിക്കും. നമ്മൾ ഫണ്ടൂറ കാർഡിൻ്റെ റീചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ദിവസമായി ലുലു മോളിലൊക്കെ വന്നിട്ട്. അപ്പം ഇന്ന് ഹസ്ബൻഡ് അത് റീചാർജ് ചെയ്യാൻ സമയം എടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഞാനും മോളുമായിട്ട് അത് വെയിറ്റ് ചെയ്തിരിക്കണം. അവൾ പണ്ട് ആ ഫെറിസ് വീലിലൊക്കെ കയറുമായിരുന്നു. ഇപ്പോൾ അതൊന്നും അവൾക്ക് താല്പര്യമില്ല. അവളിപ്പോൾ എന്താ ഈ ഹോഴ്സിലാണ് കയറുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. ഇതിന് പേരെന്തോ ഉണ്ട്, ഞാൻ മറന്നുപോയി. അവൾ ആ ബാക്കിൽ ഇരുന്ന കുട്ടിയെ കൈവിട്ട് കുറച്ച് വലിയ കുട്ടിയാണ്. ആ കുട്ടി കൈവിട്ട് കുതിരയുടെ മറ്റേ വള്ളി ഉണ്ടല്ലോ, അതിൽ പിടിച്ചിരിപ്പുണ്ട്. അത് നോക്കിയിരിക്കുന്നു. ഇവൾ കൈവിട്ടാൽ വീഴും. ഇവൾ ഇച്ചിരി ചെറുതല്ലേ, ഇവൾ കൈവിടുമെന്ന് പേടിച്ച് ഞാൻ ഇരിക്കുകയാണ്. കാണുമ്പം വിടല്ലേ എന്ന് പറയാൻ വേണ്ടി നോക്കുമ്പോൾ എന്നെ നോക്കൂല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. പിന്നെ ഫുള്ള് ഇതുപോലത്തെ കളി തന്നെയാണ് ഇവിടെ വന്നിട്ട്. ഇവിടെ പപ്പ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഞാൻ മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. അവളുടെ പപ്പ ഈ ബൊമ്മയൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം വരുന്ന ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു സംഭവമുണ്ട്, അതെടുക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ട്. അത് വർക്കിംഗ് അല്ല എന്ന് പോയി കണ്ടുപിടിച്ചിട്ട് വന്നു. ഇതുപോലത്തെ ബൊമ്മ എടുക്കുമ്പോൾ കുറേ നമുക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടൂല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവയ്ക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിയാണ്. എവിടെ പോയാലും ഇതവൾക്ക് കളിക്കണം. ഇവിടെയൊക്കെ നമ്മൾ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ ഗെയിമുണ്ട്. ഇതിലെപ്പോൾ അവൾ കളിക്കും. പിന്നെ ഇവിടെ വേറെ ആരും കമ്പനി കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടെ നിന്ന് കളിച്ച് നല്ല രസമാണ്. അവളിതിൽ എത്ര നേരം വേണോ കളിക്കും. ഞാൻ ഒരിക്കലേ കളിക്കാൻ വിട്ടോളൂ, ഒരുപാട് നേരമൊന്നും അങ്ങനെ കളിപ്പിച്ചില്ല.
ഇതിൽ പിടിക്കാൻ ഹസ്ബൻഡ് ഒരു എക്സ്പേർട്ടാണ്. എന്ന് വെച്ചാൽ കുറേ പിടിക്കുമ്പോൾ നിറയെ പേര് വന്ന് ചോദിക്കും ഇതെങ്ങനെ പിടിച്ചു. ഒരിക്കൽ പിടിച്ച് ഒരു വലിയ ചാക്ക് അവർ ഞങ്ങൾക്ക് എടുത്ത് തന്ന്. ചാക്കെന്ന് പറഞ്ഞാൽ വലിയ ഈ ബൊമ്മ വരുന്ന കവർ എടുത്ത് തന്ന് നമ്മൾ അതിനകത്ത് കൊണ്ടുവന്ന് മോൾ മുഴുവനായിട്ടുള്ള ആൾക്കാർ നോക്കി. ഇത് കളിക്കുന്നത് കാർഡ് ഇടാതെയാണ്. ഇത് ഇവളിങ്ങനെ കുറച്ച് കളിക്കും കുറച്ച് കളിക്കില്ല, പകുതിയിലേക്ക് എണീറ്റ് പറഞ്ഞ ശീലമുണ്ട്. ഇത് കാർഡ് ഇടാതെ കുറച്ച് നേരം കളിച്ചവൻ പറഞ്ഞാൽ ആ കളി കഴിഞ്ഞ് ഇനി പോവാന്ന്. അതുകൊണ്ട് കാർഡ് ഇട്ട് കൊടുത്തില്ല. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമാണിത്. ഇതിലിങ്ങനെ വെള്ളം അടിച്ച് കളി, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കുഞ്ഞിലേ തൊട്ടേ ഇത് ഭയങ്കര ഇഷ്ടം. പോയ ഉടനെ നമുക്ക് വെള്ളം അടിക്കാൻ പോവാന്ന്. അങ്ങനെ ഇതിൽ നന്നായിട്ട് വെള്ളം അടിച്ച് കളി. ഇത് മറ്റെന്തോന്ന് ഫയർഫോഴ്സിൻ്റെ ഒരു ഗെയിമാണ്. ഇത് തീ അണയ്ക്കണം, ഈ വെള്ളം ഒഴിച്ച് തീ അണയ്ക്കണം, അതാണ് കളി. അവിടെ പോയിരുന്ന ഫുൾ ടൈം ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള പരിപാടി. സമയം പോണ അറിവില്ല. ഈ മോളിലൊക്കെ പോയാൽ എന്താണോ എന്തോ ഫുള്ളായിട്ട് ഇവർ കവർ ചെയ്തിട്ടിരിക്കണോണ്ടായിരിക്കും. രാവിലെ പോയാലും തിരിച്ചിറങ്ങുമ്പോൾ രാത്രി പോയാലോ കുറച്ചുകൂടെ രാത്രിയോ. പോകുമ്പോൾ നല്ല തിരക്കുള്ള റോഡാണെങ്കിൽ വരുമ്പം നല്ല ഒഴിഞ്ഞ റോഡായിരിക്കും. അത്രയ്ക്ക് തിരക്കില്ലാതെയായിരിക്കും വരണത്. അവൾക്ക് ഈ വെള്ളം ഒഴിച്ച് കളിക്കുന്ന ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെള്ളം ഒഴിച്ച് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അടുത്തൊരു കാർ ഗെയിം. ഇത് ഫസ്റ്റായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഞാനാണിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോയി നിൽക്കുന്നതാണ്. പക്ഷേ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല ആരും ഹെൽപ്പ് ചെയ്യണതോ അടുത്ത് പോയി നിൽക്കണം. പ്രത്യേകിച്ച് ഞാൻ കയറി കളിക്കുമെന്ന് പേടിച്ച് തട്ടി മാറ്റും. കാരണം ഞാൻ അവളെ ഓരോ സാധനം അടിച്ച് മാറ്റണോണ്ട് തന്നെ അവൾക്ക് പേടി. എല്ലാ സാധനവും ഞാൻ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ ഞാനാണ് ഗെയിം കളിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നത്. ഞാൻ ഈ ബൂസ്റ്റ് കൊടുക്കുമ്പം സമ്മതിക്കില്ല ബൂസ്റ്റ് കൊടുക്കാൻ. പക്ഷേ ഈ ബൊമ്മ നിറയെ പിടിച്ച് ഇത്തവണയും സ്ഥിരം ഞങ്ങൾ 2-3 പിടിച്ചിട്ട് ഞാൻ പറയും മതി എന്ന്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു ചാക്ക 10-15 ചാക്ക് ഇവിടെ ഇരിക്കണം. അപ്പോൾ ഞാൻ പറയും ഇനി വേണ്ട, പിടിക്കേണ്ട, വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാൻ സ്ഥലമില്ലെന്ന്. എന്നാലും പിടിക്കും. അത് നമുക്കൊരെന്തോ ഇതുപോലെ ഒരു ടെൻഡൻസിയാണ്. കിട്ടിയില്ലെങ്കിൽ നമുക്കത് പിടിച്ചേ പറ്റൂ. അതേ വരണുണ്ട്. കിട്ടി. എടുക്കാൻ വേണ്ടി ഒരാൾ താഴെ തന്നെ വെയിറ്റിംഗ് ആണ്. ഇതെടുക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നമുക്ക് സ്വീറ്റ്സ് മുട്ടായിയൊക്കെ വരണതുണ്ട്. ഇപ്പം അത് എടുക്കുന്നത് കുറവാണ്. മുട്ടായി എടുക്കുന്നത് കുറവാണ്. കിൻഡർ ജോയ് എടുക്കും. നമ്മൾ കിൻഡർ ജോയ് കഴിക്കുന്നത് ഈ ലുലു മോളിൽ പോയിട്ട് 100 രൂപയ്ക്ക് സ്വൈപ്പ് ചെയ്ത് 50 രൂപയുടെ കിൻഡർ ജോയ് കഴിക്കും. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഒരു ചാക്കറയായി. ഇത് ചാക്കല്ല, ഇത് കുഞ്ഞു കവർ. ഇത്തവണ കുഞ്ഞു കവറിൽ തന്നെ. കുഞ്ഞു കവറിനേക്കാളും കൂടുതലുണ്ട്. കാരണം നമ്മൾ കാർഡ് റീചാർജ് ചെയ്തപ്പോഴേക്കും നമുക്കൊരു വലിയ VIP ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ടെഡി ബിയർ കിട്ടി. അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്, ഇതിലിട്ടിട്ടില്ല. ഇതിൽ ഫുള്ളിനി ഇത് തന്നെ. പിന്നെ ഇതിലൊരു ഡീൽ ഓർ നോ ഡീൽ എന്ന് പറഞ്ഞിട്ട് ഫണ്ടിയുറയിലൊരു കളിയുണ്ട്. പോകുന്നവരെ അതൊന്ന് ട്രൈ ചെയ്യണം. നല്ല രസമാണ്. നമ്മളവിടെ നിന്ന് കളിച്ച് ഒരിക്കൽ കളിക്കും, പിന്നെ നമ്മൾ ഡീലൊന്നും ചെയ്യൂല. അങ്ങനെ നമ്മൾ അടുത്ത് കളിക്കും, പിന്നെയും കളിക്കും. നല്ല രസമുള്ളൊരു കളിയാണ് ഡീൽ ഓർ നോ ഡീൽ. പണ്ട് സൂര്യ TV മുകേഷ് നടത്തുന്ന ഒരു പ്രോഗ്രാമില്ലേ, അതിൻ്റെ വേറൊരു ഐറ്റമാണ്. സൂപ്പറാണ്. പിന്നെ ഇതൊരു ഊഞ്ഞാലാണ്. ഇതിലവൾ